ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. വിരൽ മുറിച്ച ഏകലവ്യന്റെ അവസ്ഥയിൽ യുവാക്കള്, ബിജെപിയുടെ നിയമസംഹിത മനുസ്മൃതി, രാഹുൽ ഗാന്ധി. ന്യൂഡൽഹി. ഇന്ത്യയിലെ യുവാക്കളുടെ അവസ്ഥ വിരൽ മുറിച്ച ഏകലവ്യന്റെ പോലെയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദാനിക്ക് അവസരം നൽകി യുവാക്കളുടെ അവസരം കേന്ദ്രം നിഷേധിക്കുകയാണെന്നും രാഹുൽ പാർലമെന്റിൽ പറഞ്ഞു. ഭരണഘടനാസഭ അംഗീകരിച്ചതിന്റെ 75ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. അദാനിക്കും സവർക്കർക്കുമെതിരെയുള്ള രാഹുലിന്റെ പരാമർശങ്ങളിൽ ഭരണപക്ഷം പ്രതിഷേധിച്ചു. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനും ശ്രമമുണ്ടായി. ഇതിനെതിരെ ഇടപെട്ട കെ.സി. വേണുഗോപാലിനോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ സ്പീക്കർ നിർദ്ദേശിച്ചു. ഭരണഘടനയിൽ ഇന്ത്യയുടേതായി ഒന്നുമില്ലെന്ന് സവർക്കർ പറഞ്ഞതായി രാഹുൽ പറഞ്ഞു. മനുസ്മൃതിയാണ് ഔദ്യോഗിക രേഖയെന്നായിരുന്നു സവർക്കറിന്റെ വാദം. ഇന്നും ബിജെപിയുടെ നിയമസംഹിത മനുസ്മൃതിയാണ്, ഭരണഘടനയല്ല. ബി.ജെ.പി. അംഗങ്ങൾ പാർലമെന്റിൽ ഭരണഘടന ഉയർത്തി സംസാരിക്കുമ്പോൾ സവർക്കറെ അപമാനിക്കുകയാണെന്നും പരിഹാസരൂപേണ രാഹുൽ പറഞ്ഞു. നവീന ഇന്ത്യയുടെ രേഖയാണ് ഭരണഘടനയെന്ന് രാഹുൽ പറഞ്ഞു. ഭരണഘടനയിൽ ഗാന്ധിയുടെയും അംബേദ്കറുടെയും നെഹ്റുവിന്റെയും ആശയങ്ങളാണ്. രാജ്യത്തെ പിന്നിലേക്ക് കൊണ്ടുപോകാനാണ് ബി.ജെ.പി. ശ്രമം. പുരാണത്തിൽ വിരൽ മുറിച്ച ഏകലവ്യന്റെ അവസ്ഥയിലാണ് ഇന്ത്യയിലെ യുവാക്കൾ. ഏകലവ്യന്റെ വിരൽ മുറിച്ചതുപോലെ യുവാക്കളുടെ വിരലും മുറിക്കുകയാണ്. അദാനിക്ക് ധാരാവി പുനർനിർമ്മാണ കരാർ നൽകുമ്പോൾ അവിടെയുള്ള ചെറുകിട കച്ചവടക്കാരുടെ വിരൽ മുറിക്കുകയാണ്. അദാനിയെ സഹായിക്കുന്നതിലൂടെ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നവരുടെയെല്ലാം വിരൽ മുറിക്കുകയാണ്. അഗ്നിവീർ പദ്ധതി നടപ്പിലാക്കിയതോടെ പട്ടാളത്തിൽ ചേരാനുള്ള സ്വപ്നവുമായി നടന്ന യുവാക്കളുടെ വിരൽ മുറിച്ചു. കൂലി ചോദിച്ച കർഷകരുടെ വിരൽ മുറിക്കുകയാണ്. സർക്കാർ ജോലികളിൽ പിൻവാതിൽ നിയമനം കൊണ്ടുവന്ന് യുവാക്കളുടെയും പിന്നാക്ക വിഭാഗക്കാരുടെയും പാവപ്പെട്ടവരുടെയും വിരൽ മുറിക്കുകയാണ്. യുപിയിലെ ഹാത്രസിൽ ക്രൂര പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം വീട്ടിൽ ഇപ്പോഴും ബന്ദികളാണ്. പ്രതികൾ പുറത്ത് കറങ്ങി നടത്തുന്നു. ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും ഇന്ത്യാസഖ്യം ജാതി സെൻസസ് നടപ്പിലാക്കുമെന്നും രാഹുൽ പറഞ്ഞു. ഡ്രൈവർമാർ ഉറങ്ങിയാൽ കണ്ടുപിടിക്കാൻ ക്യാമറ, നിയന്ത്രണം. ഹെഡ് ക്വാർട്ടേഴ്സുകളിൽ മുഴുവൻ ബസ്സുകളിലും എ.സി. പാലക്കാട്. പുതിയ യാത്രാ സംസ്കാരം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബസ്സുകളും എ.സി. ആക്കുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേശകുമാർ. എല്ലാ ബസ്സുകളിലും ക്യാമറകൾ ഘടിപ്പിക്കും. ക്യാമറ കൺട്രോളുകൾ നേരിട്ട് കെ.എസ്.ആർ.ടി.സി. ആസ്ഥാനങ്ങളിലായിരിക്കും. ഡ്രൈവർമാർ ഉറങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള ആധുനിക ക്യാമറകൾ കൂടി ഫിറ്റ് ചെയ്യുന്നത് പരിഗണനയിലാണ്. അടുത്ത 2-3 മാസത്തിനകം എല്ലാ മാസവും 1-ാം തീയതി തന്നെ ശമ്പളം നൽകാനുള്ള ഏർപ്പാടുകൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് കെ.എസ്.ആർ.ടി.സി. ബസ് ടെർമിനലിൽ ശീതീകരിച്ച ഓഫീസ് മുറികളുടെയും ജീവനക്കാരുടെ ശീതീകരിച്ച വിശ്രമ മുറികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബസമേതമുള്ള യാത്രക്കാരെ കൂടുതലായി കെ.എസ്.ആർ.ടി.സിയിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും. ഇതിനായി കെ.എസ്.ആർ.ടി.സിയിൽ സുരക്ഷിതത്വത്തിനും ശുചിത്വത്തിനും മികച്ച ഭക്ഷണത്തിനും പ്രാധാന്യം നൽകും. ജീവനക്കാർക്ക് മികച്ച വിശ്രമ സൗകര്യം അനുവദിക്കും. കെ.എസ്.ആർ.ടി.സിയിലെ ശുചിമുറികൾ ഉടൻ ഉപയോഗയോഗ്യമാക്കും. കെ.എസ്.ആർ.ടി.സി. ബസ്സുകളിലെ തകരാറുകൾ യഥാസമയം പരിഹരിച്ച് നൽകിയില്ലെങ്കിൽ മെക്കാനിക് വിഭാഗത്തിലെ ബന്ധപ്പെട്ടവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. മുല്ലപ്പെരിയാറ് അറ്റകുറ്റപ്പണിക്ക് ഒടുവില് തമിഴ്നാടിന് അനുമതി. പുതിയ ഡാം നിർമ്മിക്കും വരെ മാത്രമെന്ന് ഉത്തരവ്. തിരുവനന്തപുരം. മുല്ലപ്പെരിയാറ് അറ്റകുറ്റപ്പണികൾക്ക് ഒടുവില് തമിഴ്നാടിന് അനുമതി നൽകി കേരളം. അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണിക്ക് എത്തിയ തമിഴ്നാട് സംഘത്തെ കേരള വനംവകുപ്പ് തടഞ്ഞത് വിവാദമായിരുന്നു. വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് കേരള സന്ദർശന വേളയില് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തുമെന്ന് തമിഴ്നാട് ജലവിഭവ മന്ത്രി ദുരൈമുരുകന് നിയമസഭയില് പറഞ്ഞിരുന്നു. സ്റ്റാലിന് കേരളത്തില് എത്തിയപ്പോൾ തന്നെ അറ്റകുറ്റപ്പണികൾക്കുള്ള സാമഗ്രികള് മുല്ലപ്പെരിയാറ് ഡാമിലേക്ക് കൊണ്ടുപോകാന് തമിഴ്നാടിന് അനുമതി നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഉത്തരവ് നൽകിയത്. 7 ജോലികൾക്കായി നിബന്ധനകളോടെയാണ് അനുമതി. അണക്കെട്ടിലും സ്പിൽവേയിലും സിമന്റ് പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്പണികളാണ് തമിഴ്നാട് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പെരിയാറ് വന്യമൃഗസങ്കേതത്തില് കൂടി നിർമ്മാണ സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ മുൻകൂട്ടി കേരളത്തിന്റെ അനുമതി വാങ്ങേണ്ടതാണ്. എന്നാൽ അനുമതി കൂടാതെ എത്തിയ തമിഴ്നാട് വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ചെക്പോസ്റ്റിൽ തടഞ്ഞിരുന്നു. തുടർന്നാണ് തമിഴ്നാട് അനുമതി തേടിയത്. അറ്റകുറ്റപ്പണികൾ സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന ജലവിഭവ വകുപ്പിന്റെ ആവശ്യം തമിഴ്നാട് അംഗീകരിച്ചില്ല. തുടർന്ന് അനുമതി ലഭിക്കാതെ തമിഴ്നാട് വാഹനങ്ങൾ തിരികെ പോവുകയായിരുന്നു. തൂത്തുക്കുടിയുടെ പരിഗണന വിഴിഞ്ഞത്തിനും വേണം. ബി.ജി.എഫ്. നിബന്ധനയ്ക്കെതിരെ കേന്ദ്രത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത്. തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ബി.ജി.എഫ്. നിബന്ധനയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്. സംസ്ഥാനം പലതവണയായി ബി.ജി.എഫ്. തിരിച്ചടയ്ക്കണമെന്ന നിബന്ധന പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിൽ ആവശ്യപ്പെട്ടു. ബി.ജി.എഫ്.ആയി അനുവദിച്ചിരിക്കുന്ന 817.80 കോടി രൂപ നെറ്റ് പ്രസന്റ് വാല്യൂ (NPV) മാതൃകയിൽ തിരിച്ചടക്കാന് 10,000 മുതൽ 12,000 കോടി രൂപ വരെ വേണ്ടിവരുമെന്നു കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. PPP മാതൃകയില് വികസിപ്പിക്കുന്ന വിഴിഞ്ഞം പദ്ധതിക്ക് ആകെ വേണ്ടിവരുന്ന 8,867 കോടിയില് 5,554 കോടി രൂപയും മുടക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതിനായി ധനകാര്യ മന്ത്രാലയം 817.80 കോടി രൂപ ബി.ജി.എഫ്. അനുവദിച്ചിരുന്നു.
എന്നാൽ കേരള സർക്കാർ നെറ്റ് പ്രസന്റ് വാല്യൂ (NPV) പ്രകാരം തുക കേന്ദ്രത്തിന് തിരിച്ചടയ്ക്കണമെന്ന വ്യവസ്ഥയാണ് മന്ത്രാലയം വച്ചിരിക്കുന്നത്. ഒറ്റത്തവണ ഗ്രാന്റ് അല്ലാതെ വായ്പയായാണ് പണം എന്നത് VGF വ്യവസ്ഥകൾക്കു വിരുദ്ധമാണ്. ഈ നിബന്ധന ഒഴിവാക്കണമെന്ന് സംസ്ഥാനം പലവട്ടം ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനമുണ്ടായിട്ടില്ല. PPP സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് VGF നടപ്പാക്കുന്നത്. ഇത് വായ്പയായല്ല മറിച്ച് സഹായമായാണ് നൽകുന്നതെന്നാണ് VGF മാനദണ്ഡങ്ങളിൽ തന്നെ പറയുന്നത്. 2005 ഇത് നടപ്പാക്കിയതു മുതൽ കേന്ദ്ര ധനമന്ത്രാലയം 1.19 ലക്ഷം കോടിയുടെ 238 പദ്ധതികൾക്കായി 23,665 കോടി രൂപ VGF നൽകിയിട്ടുണ്ട്. എന്നാൽ വിഴിഞ്ഞടത്തിനൊഴികെ ഒരു തവണ പോലും തിരിച്ചടവ് ആവശ്യപ്പെട്ടിട്ടില്ല. 2023 VGF അനുവദിച്ച തൂത്തുക്കുടി തുറമുഖ പദ്ധതിക്കും തിരിച്ചടവ് നിബന്ധന വച്ചിട്ടില്ല. ദേശീയ സാമ്പത്തിക രംഗത്തിനും കേന്ദ്ര സർക്കാരിനും വിഴിഞ്ഞം പദ്ധതിയിലൂടെ ലഭിക്കുന്ന അധിക വരുമാനം കണക്കിലെടുത്ത് തൂത്തുക്കുടിക്ക് നൽകുന്ന പരിഗണന തന്നെ വിഴിഞ്ഞത്തിനും നൽകണം. ഈ സാഹചര്യത്തിൽ തിരിച്ചടവ് നിബന്ധന ഒഴിവാക്കി VGF അനുവദിക്കാൻ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകണമെന്നും കത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിഷേധിക്കുക ഞങ്ങളുടെ അവകാശം, കർഷകരുടെ ഡൽഹി മാർച്ചിൽ സംഘർഷം, ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. ന്യൂഡൽഹി, കർഷകരുടെ ഡൽഹി മാർച്ചിനിടെ സംഘർഷം. 12 മണിക്കാണ് ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. പോലീസ് മാർച്ച് തടഞ്ഞതിനെ തുടർന്നാണ് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ സംഘർഷമുണ്ടായത്. ബാരിക്കേഡിന് അടുത്തെത്തി പ്രതിഷേധിച്ച കർഷകർക്കു നേരെ ഹരിയാന പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. 5 കർഷകർക്കു പരിക്കേറ്റു. അനുമതിയില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് പോലീസിന്റെ നിലപാട്. നേരത്തെ 2 തവണ മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. 101 കർഷകരാണ് മാർച്ച് നടത്തിയത്. ഡൽഹിയിലേക്ക് പോകണമെങ്കിൽ അനുമതി ആവശ്യമാണെന്ന് അംബാല SP മാധ്യമങ്ങളോട് പറഞ്ഞു. കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്. പ്രശ്ന പരിഹാരത്തിനായി യോഗം വിളിക്കാൻ നിർദ്ദേശമുണ്ട്. 18-നാണ് യോഗം. അതുവരെ നിയമങ്ങൾ പാലിക്കണമെന്നും SP അഭ്യർത്ഥിച്ചു. ഡൽഹിയിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. ഡൽഹിയിലേക്ക് പോകാൻ അനുവദിക്കണം. രാജ്യതലസ്ഥാനത്ത് പോയി പ്രതിഷേധിക്കുക എന്നത് ഞങ്ങളുടെ അവകാശമാണ്. കർഷക ശബ്ദത്തെ അടിച്ചമർത്താനാകില്ല, കർഷകർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇല്ല വിട്ടുവീഴ്ച. നിർമ്മാണത്തിനും വിതരണത്തിനും അതീവ സുരക്ഷ. ചോദ്യപേപ്പർ ചോർച്ചയിൽ പരാതി ഉടൻ. തിരുവനന്തപുരം SSLC ഇംഗ്ലീഷ് +1 ഗണിതം പരീക്ഷകളുടെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്കു മുമ്പ് യൂട്യൂബ് ചാനലിലടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ടു പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന പോലീസ് മേധാവി, സൈബർ സെൽ എന്നിവർക്ക് ഉടൻ പരാതി നൽകും. +1, +2 ക്രിസ്മസ് മോഡൽ പരീക്ഷകളുടെ ചോദ്യപേപ്പർ SCERT വർക്ക്ഷോപ്പ് നടത്തിയാണ് നിശ്ചയിക്കുന്നത്. 2 സെറ്റ് ചോദ്യപേപ്പറാണ് തയ്യാറാക്കുക. അതിൽ ഒരു സെറ്റ് തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിനു പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസിൽ പ്രിന്റ് ചെയ്ത് അവർ തന്നെ 14 ജില്ലാ കേന്ദ്രങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രിൻസിപ്പൽമാർ ഇവ ശേഖരിക്കും. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള പരീക്ഷ പേപ്പർ SSK വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച് 2 സെറ്റ് തയ്യാറാക്കും. അതിൽ 1 തിരഞ്ഞെടുത്ത് പ്രസ്സിലേക്കും തുടർന്ന് പ്രിന്റ് ചെയ്ത് BRCകളിലേക്കും വിതരണം ചെയ്യുന്നു. ഇതിനേക്കാൾ കർശനമായ രീതിയിലാണ് പൊതുപരീക്ഷകൾ നടത്തുന്നത്. ഹയർ സെക്കൻഡറി 2ാം വർഷത്തിന് 5 സെറ്റ് ചോദ്യപേപ്പറുകളും SSLCക്ക് 4 സെറ്റ് ചോദ്യപേപ്പറുകളുമാണ് തയ്യാറാക്കുന്നത്. സംസ്ഥാനത്തിനു പുറത്തുള്ള കോൺഫിഡൻഷ്യൽ പ്രസ്സിലാണ് പ്രിന്റ് ചെയ്യുന്നത്. SSLC ചോദ്യപേപ്പറുകൾ DO ഓഫീസിലേക്കും +2 ചോദ്യപേപ്പറുകൾ പരീക്ഷാ സെന്ററുകളിലേക്കുമാണ് എത്തിക്കുന്നത്. ചോദ്യപേപ്പർ നിർമ്മാണം, വിതരണം തുടങ്ങിയ മേഖലകളിലെല്ലാം അതീവ സുരക്ഷാ നടപടിക്രമങ്ങൾ കൈക്കൊള്ളാറുണ്ട്. ഇപ്പോഴുണ്ടായിരിക്കുന്നത് അതീവ ഗൗരവമായിട്ടുള്ള സംഭവ വികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും. കുട്ടികളുടെ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളും കൈക്കൊള്ളുകയില്ലെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. CPM തിരുവമ്പാടി ഏരിയ പൊതുസമ്മേളനം സമാപിച്ചു. തിരുവമ്പാടി CPM തിരുവമ്പാടി ഏരിയ പൊതുസമ്മേളനം സമാപിച്ചു. തിരുവമ്പാടി ബസ് സ്റ്റാൻഡിൽ നടന്ന സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം പൊതുമരാമത്ത്, ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ചെയ്തു. മലയോര കുടിയേറ്റ നിവാസികളുടെ ചിരകാലാഭിലാഷമായ ആനക്കാമ്പുയിൽ കള്ളാടി, മേപ്പാടി തുരങ്കപാത സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പൊതുമരാമത്ത്, ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പിണറായി സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണിത്. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞു തുരങ്കപാതയ്ക്കെതിരെ നടക്കുന്ന നീക്കങ്ങളൊന്നും വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാരിന്റെ വികസന വിരുദ്ധനയും ഫെഡറൽ സംവിധാനത്തെ തന്നെ അട്ടിമറിക്കുന്നതാണ്. ഇതിനെയെല്ലാം അതിജീവിച്ച് വികസന രംഗത്ത് 2ാം പിണറായി സർക്കാർ വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മന്ത്രി പറഞ്ഞു. ഏരിയ സെക്രട്ടറി VK വിനോദ് അധ്യക്ഷനായി. TK ഹംസ, T വിശ്വനാഥൻ, ജോളി ജോസഫ്, V വസീഫ് എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം അങ്ങാടിയിൽ ശക്തിപ്രകടനം, വോളണ്ടിയർ മാർച്ച് എന്നിവ നടന്നു. രാത്രി കലാപരിപാടികൾ അരങ്ങേറി. ജനവാസ മേഖലയിൽ ടയറുകൾ കത്തിച്ചു. തിരുവമ്പാടി കിൽക്കോത്തഗിരി എസ്റ്റേറ്റിന് 25,000 രൂപ പിഴയിട്ടു. തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പാറപ്പുറം,
വാപ്പാട്ട് തുടങ്ങിയ ജനവാസ മേഖലയോട് ചേർന്ന കൽപ്പൂര് ഭാഗത്ത് കിൽക്കോത്തഗിരി എസ്റ്റേറ്റിനുള്ളിൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചതിന് ഗ്രാമപഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 25,000 രൂപ പിഴയിട്ടു. ടയറുകൾ കത്തിക്കുമ്പോഴുള്ള ദുർഗന്ധവും കറുത്ത പുകയും അന്തരീക്ഷ മലിനീകരണവും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് എസ്റ്റേറ്റ് അധികൃതർക്കു മുൻപ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് ലംഘിച്ചാണ് വീണ്ടും ടയർ കത്തിച്ചത്. എസ്റ്റേറ്റിലെ റബ്ബർ പാൽ കയറ്റി അയക്കാൻ കൊണ്ടുവരുന്ന ഇരുമ്പ് ബാരലുകളിലെ ഓയിൽ അവശിഷ്ടങ്ങൾ ഒഴിവാക്കുന്നതിനായി ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കാതെയാണ് ബാരലുകൾ അട്ടിയിട്ട് അതിൽ ടയറുകൾ തൂക്കിയിട്ട് കത്തിക്കുന്നത്. പരിശോധനയ്ക്ക് ഗ്രാമപഞ്ചായത്ത് എൻഫോഴ്സ്മെന്റ് ടീം അംഗങ്ങളായ ഹെൽത്ത് ഇൻസ്പെക്ടർ എം സുനിൽ, ഗ്രാമപഞ്ചായത്ത് ക്ലാർക്ക് ഷർജിത്ത്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പി മുഹമ്മദ് ഷമീർ, കെ ഷാജു, കെ ബി ശ്രീജിത്ത്, മുഹമ്മദ് മുസ്തഫ ഖാൻ, ശരണ്യചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. പാഴ്വസ്തുക്കൾ ഹരിത കർമ്മസേനയ്ക്ക് നൽകാതെയും ശാസ്ത്രീയമായി സംസ്കരിക്കാതെയും വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്യുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരവും പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എസ് ഷാജുവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ വി പ്രിയയും അറിയിച്ചു. മെക് 7 പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങൾ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. മെക് 7 പ്രവർത്തനം സംബന്ധിച്ച സംശയങ്ങളിൽ അന്വേഷണം ആരംഭിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ സംവിധാനം ഹൈജാക്ക് ചെയ്തെന്ന ആരോപണത്തിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നു. വിഷയത്തിൽ NIA പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ മെക് 7 പെട്ടെന്ന് വളർന്നത് അന്വേഷണ പരിധിയിൽ. മലബാർ മേഖലയിൽ മെക് 7 പ്രവർത്തനം വ്യാപകമാകുന്നതായും പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണെന്ന് CPIM ആരോപിച്ചിരുന്നു. മെക് 7 പിന്നിൽ മതരാഷ്ട്രവാദികളെന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും പറഞ്ഞു. മെക് 7 തുടങ്ങിയത് സതുദ്ദേശത്തോടെയാണെന്നും പിന്നിൽ തീവ്രവാദ സംഘടനകൾ കടന്നുകൂടിയെന്നും അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന് ജാഗ്രത വേണമെന്ന് പി മോഹനൻ പറഞ്ഞു. മെക് 7-നെതിരെ സമസ്ത AP വിഭാഗവും രംഗത്തെത്തിയിരുന്നു. മെക് 7 പിന്നിൽ ചതിയെന്നും അതിൽ സുന്നികൾ പെട്ടുപോകരുതെന്നും സമസ്ത AP വിഭാഗം നേതാവ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞു. എന്നാൽ ആരോപണം തള്ളുകയാണ് മെക് 7 സ്ഥാപകൻ സ്വലാഹുദ്ദീൻ. എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതാണ് കൂട്ടായ്മ എന്നാണ് വിശദീകരണം. NSS സപ്തദിന സഹവാസ ക്യാമ്പ് ജ്വാല 2024 സ്വാഗത സംഘം രൂപീകരിച്ചു. കോടഞ്ചേരി വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ജ്വാല 2024 മുന്നോടിയായി സ്വാഗത സംഘ രൂപീകരണ യോഗം മുറമ്പാത്തി ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ച് നടത്തപ്പെട്ടു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഷാജി മുട്ടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CB ചിരണ്ടായത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ സ്മിത കെ ക്യാമ്പിന്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവതരണം നടത്തി. മുറമ്പാത്തി ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷീജ പി, കോടഞ്ചേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ജോബി സർ, ശ്രീകല സിസ്റ്റർ, PTA പ്രസിഡന്റ് അൻവർ പാണക്കോട്ടിൽ, സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ സുധീർ മുറമ്പാത്തി, വേളങ്കോട് സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ മെൽവിൻ SIC, വായനശാല പ്രസിഡന്റ് സിദ്ദിഖ മുറമ്പാത്തി, മുൻ PTA പ്രസിഡന്റ് ബിജു കാട്ടേക്കുടിയിൽ, അംഗൻവാടി അധ്യാപിക രമ്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകൻ ജിൻസ് ജോസ് ക്യാമ്പിന്റെ വിജയത്തിന് ആവശ്യമായ കമ്മിറ്റികൾ രൂപീകരണം നടത്തി. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി സിസ്റ്റർ സുധർമ്മ SIC, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ഫിറോസ്, ഹാരിസ മുറമ്പാത്തി, സ്കൂൾ അധ്യാപകർ, NSS വളണ്ടിയർ ലീഡേഴ്സായ കെവിൻ റോയ്, ഗ്രാഫി മരിയ ബിനോയ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ ബിബിൻ സെബാസ്റ്റ്യൻ ഏവർക്കും സ്വാഗതം ആശംസിക്കുകയും ഹയർ സെക്കൻഡറി വിഭാഗം HIPC റോഷൻ ചാക്കോ ഏവർക്കും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. വൈദ്യുതി നിരക്ക് വർധന തിരുവമ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. തിരുവമ്പാടി സർവ്വമേഖലയിലും വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി നട്ടംതിരിയുന്ന സാധാരണക്കാരെ കൊള്ളയടിച്ചുകൊണ്ട് വൈദ്യുതി നിരക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ വർദ്ധിപ്പിച്ച് KSBയുടെ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന പിണറായി സർക്കാരിന്റെ കിരാത നടപടിയിൽ തിരുവമ്പാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. KSBയുടെ ധൂർത്തും കെടുകാര്യസ്ഥതയും അഴിമതിയും ജീവനക്കാരുടെ കൊള്ളയും മറച്ചുവെക്കാൻ പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം ഒരു മാനദണ്ഡവുമില്ലാതെ 5 തവണ നിരക്ക് വർദ്ധിപ്പിച്ച് ഉദ്യോഗസ്ഥ ഭരണത്തിന് ഒത്താശ നൽകി പൗരാവകാശങ്ങളെ ഹനിക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന മന്ത്രി രാജിവെക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സർക്കാരിന്റെ വൈദ്യുതി കൊള്ളക്കെതിരെ 2024 ഡിസംബർ 17 ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് KSEB കോടഞ്ചേരി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ധർണയും നടത്താൻ യോഗം തീരുമാനിച്ചു. യോഗം KPCC നിർവാഹക സമിതി അംഗം PC ഹബീബ് തമ്പി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബാബു കളത്തൂർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ വിൻസെന്റ് വടക്കേമുറിയിൽ, രാജേഷ് ജോസ്, മനോജ് വാഴപ്പറമ്പിൽ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ആന്റണി നിർവേലി, ടോമി കുന്നത്തിൽ, റോബർട്ട് നെല്ലിക്കതിരുവിൽ, നാസർ PP, വിൽസൺ തറപ്പേൽ, ജിജി ഇലുവാലുങ്കൽ, ഫ്രാൻസിസ് ചാലിൽ, ബിജു എണ്ണാർമണ്ണിൽ, ഹനീഫ ആച്ചമ്പറമ്പിൽ, രതീഷ പ്ലാപ്പറ്റ, ബേബി കോട്ടപ്പള്ളി, തമ്പി കണ്ടത്തിൽ, ബേബി കളപ്പുര, കുമാരൻ ചെറുകർ എന്നിവർ പ്രസംഗിച്ചു. കോടഞ്ചേരി അടിമണ്ണ് കുമ്മങ്കോട് പരേതനായ അറുമുഖന്റെ ഭാര്യ തങ്ക 85 നിര്യാതയായി.
സംസ്കാരം ഇന്ന് രാവിലെ 14 ഡിസംബർ 11 മീൻമുട്ടിയിലുള്ള വീട്ടുവളപ്പിൽ നടന്നു. മക്കൾ ഗോപാലകൃഷ്ണൻ, മണി, പരേതയായ ശാരദ, പരേതനായ രവി, ഷീല, വിനോദ്. മരുമക്കൾ ശ്യാമള, ഭാസ്കരൻ, തങ്കമണി, പരേതനായ രാജൻ, ഷൈജ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.